Dears, welcome back to Arcanex. So SSLC full A+ എല്ലാ മക്കളുടെയും ഡ്രീം ആണല്ലേ. പക്ഷേ മിക്കവാറും മക്കൾക്കും അറിയില്ല A+ കിട്ടാൻ എത്ര മാർക്ക് വേണമെന്ന് അറിയാത്ത ഒരുപാട് പേർക്കുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അല്ലേ. അപ്പോൾ നമ്മൾ ഫുൾ ഗ്രേഡിന്റെ ഓരോ മാർക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നിടത്ത് റൂമിൽ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ എന്നും എണീറ്റ് വരുമ്പോൾ മക്കളുടെ മനസ്സിൽ ഈ ഒരു ലക്ഷ്യമായിരിക്കണം ഉണ്ട്. അതായത് അത് മൊത്തം കാണാൻ ഇത് ഒട്ടിച്ചത് മൊത്തം കാണേണ്ട ആവശ്യമില്ല. A+ മാത്രമേ നോക്കാൻ പാടുള്ളൂ. മനസ്സിലൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ടോപ്പിൽ എപ്പോഴും A+ തന്നെ ഒട്ടിക്കുക. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ചില എക്സാമുകൾ 40-ലാണ് നടക്കുക, ചില എക്സാമുകൾ 80-ലാണ് നടക്കുക അല്ലെ. അപ്പൊ 40-ല് എഴുത്തു പരീക്ഷയാണ്, അത് കൂടാതെ 10 മാർക്ക് C മാർക്ക് ഉണ്ട്. അങ്ങനെ മൊത്തം 50-ലാണ് എക്സാം നടക്കുക. യെസ്, അപ്പൊ 50-ല് നിങ്ങൾക്ക് A+ന് വേണ്ടത് 45 മാർക്കാണ്. ഇതിൽ 10 മാർക്ക് എവിടുന്ന് കിട്ടാത്തി? C മാർക്ക് കിട്ടി. യെസ്, പിന്നെ 40-ൽ നിങ്ങൾ 35 മാർക്ക് മേടിച്ചാൽ മക്കൾ എന്തായി? A+ ആയി. വലിയ കാര്യം. 40-ൽ 35 വാങ്ങുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമില്ല. ഒന്ന് അറിഞ്ഞ് പഠിച്ചാൽ, ഒന്ന് എഫേർട്ട് എടുത്താൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ 35 മാർക്ക്. എനിവേ ഈ ഒരു സെക്കൻഡ് തൊട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് A+ലേക്ക് എത്താൻ ഇപ്പോഴും അവസരമുണ്ട്. മനസ്സിലൊരു തോന്നൽ വേണം. എനിക്ക് വേണം, എനിക്ക് പഠിക്കണം എന്നുള്ള തോന്നലോട് കൂടി പഠിക്കാം. ഇനി 35-ന് പകരം 30 ആയി പോയാൽ അത് A ഗ്രേഡ് ആയി, 25 B+ ആയി, 20 B ആയി, 15 C+ ആയി, 10 C ആയി, 5 D+ ആയി. മിനിമം D+ എങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താവത്തുള്ളൂ? പാസ് ആവത്തുള്ളൂ, രക്ഷപ്പെടുത്തുള്ളൂ. അങ്ങനെ തന്നെ പറയാം. മിനിമം ഹയർ സ്റ്റഡിക്ക് പോകണമെങ്കിൽ D+ എങ്കിലും ഉള്ള കുട്ടിക്ക് മാത്രമേ ഹയർ സ്റ്റഡിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതല്ല നമ്മുടെ ലക്ഷ്യമല്ല, നമ്മുടെ ലക്ഷ്യം A+ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 80-ലാണ് എക്സാം നടക്കുന്നതെങ്കിലോ 80-ൽ 70 മാർക്കെങ്കിലും മേടിച്ചാൽ മാത്രമേ A+ലേക്ക് എത്താൻ പറ്റൂ. 60 ആയി പോയാൽ അത് A ആകും, 50 ആയി പോയാൽ അത് B+ ആവും. അപ്പൊ എനിവേ നമുക്കിനി അങ്ങോട്ട് പോകണ്ട. 80-ൽ 80 തന്നെ ലക്ഷ്യം വെച്ച് പഠിച്ചോളൂ. ഈവൻ ഒരു 10 മാർക്ക് പോയാൽ പോലും നമുക്ക് എന്ത് കിട്ടും? A+ലേക്ക്. അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ വേണം. എത്ര മാർക്ക് കിട്ടിയാലാണ് A+. അതിനല്ലേ നമുക്ക് വെറുതെ ഐഡിയ ഇല്ലാതെ എന്ത് വെച്ചാൽ പഠിക്കുക. അങ്ങനെ കറക്റ്റ് ഐഡിയ ഉണ്ടാക്കി പഠിക്കുക. അപ്പൊ ഈ ഒരു മാർക്ക് ലക്ഷ്യം വെച്ച് ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങിക്കോളൂ. നമ്മളെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോ, കോണ്ടന്റ് വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. ഓരോ സബ്ജക്റ്റും ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് മക്കളെ. അപ്പൊ വെയിറ്റ് ചെയ്യല്ലേ. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.